നമസ്കാരം. ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച്, സംവിധാനങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആരോഗ്യം എന്നത്. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് എന്തെല്ലാം ആരോഗ്യ സേവനങ്ങളാണ് ഇതിനോടകം നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും എന്തെല്ലാം പദ്ധതികളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളതെന്നും നമുക്ക് അറിയാം. വീഡിയോ ഷോർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് നമുക്ക് ആരോഗ്യ കേരളം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് ആരോഗ്യ കേരളം എന്നത്. ആക്ച്വലി ഈ ആരോഗ്യ കേരളം എന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ജനങ്ങളിലേക്ക് ഈ ആരോഗ്യ സേവനങ്ങളെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമാണ് ആരോഗ്യ കേരളം എന്നത്. ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഇവർ നൽകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗർഭിണികൾക്കും ജനിച്ച ഉടനെയുള്ള ശിശുക്കൾക്കും ഇവർക്ക് വേണ്ടുന്ന പരിചരണം നമ്മുടെ ഈ ആരോഗ്യ കേരളം വഴി എത്തിച്ചു നൽകാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അത് വർഷങ്ങളായി ഗവൺമെൻറ് ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ. അതായത് പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ഈ രോഗനിർണയത്തിനായിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ തന്നെ ഇതിനു വേണ്ടുന്ന ചികിത്സകളും ഗവൺമെൻറ് നമുക്ക് നൽകുന്നുണ്ട്. അതും ഈ സംവിധാനത്തിലൂടെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കുഷ്ഠം, ക്ഷയം പോലുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധവും ഇതെല്ലാം തന്നെ ഇവർ നമുക്ക് നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നമുക്ക് വേണ്ടുന്ന പ്രാഥമിക ചികിത്സകളുണ്ടല്ലോ, പനി പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് നൽകേണ്ടുന്ന പ്രാഥമിക ചികിത്സകളും നമ്മളിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. സോ ഇത് ഓരോ സ്ഥലങ്ങളിലെ ഓരോ സംവിധാനങ്ങൾ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ചികിത്സകളും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും എല്ലാം നമുക്ക് ലഭ്യമാണ്. സോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന ഇതിൻ്റെ സൈറ്റുകളെല്ലാം ഉണ്ട്. കേരള ഹെൽത്ത് മിഷൻ്റെ സൈറ്റുകളോ വെബ്സൈറ്റുകളെല്ലാം പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അറിയില്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ മാക്സിമം ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക. കാരണം അറിയില്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി ക്യാഷ്, ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ പോയി ഒരുപാട് ക്യാഷ് കളയുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് വളരെ സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് ഉള്ള എയ്ഡുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തുകയിൽ നടത്താൻ പറ്റുന്ന ചികിത്സാ രീതികളും ചികിത്സാ ആനുകൂല്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം അവബോധവാന്മാരായിട്ട് ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.